السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. بحق سيد الوجود سيدنا محمد صلى الله عليه وسلم وبحق آله وأهل بيته وأصحابه كلهم رضوان الله تعالى عن كل واحد منهم أجمعين. وبحق سيدنا أبو العباس سيدي أحمد بن محمد التجاني رضي الله عنه وخلفائه ومريده ومقدمه كلهم أجمعين. ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട തിജാനി അഖ്വാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിനെ സാക്ഷിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെയും നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് 14-ാമത്തെ ക്ലാസ്സിലാണ് പരിശുദ്ധമായ ജാമ്യ ഗ്രന്ഥത്തിന്റെ 14-ാമത്തെ ക്ലാസ്സിലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള പല ബഹുമതികളിലും പെട്ടിട്ടുള്ള കുത്തുബുൽ മക്തൂബ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അതിന്റെ കൂടെ ഇസ്മുൽ ആളമുൽ ബാത്തിൻ, ഇസ്മുൽ ആളമുൽ വാഹിർ, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും തജല്ലി വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴൊക്കെ തന്നെയും നമ്മൾക്ക് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹുവിന്റെ ആ ബഹുത്വം ഔന്നത്യം ബോധ്യപ്പെട്ട് കാണും. അത് ബോധ്യപ്പെട്ടതാണ്, പക്ഷെ അതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് നമ്മൾ എത്തിക്കാണും. ഇനി അടുത്ത ഫസിൽ ബഹുമാനപ്പെട്ട ഇബ്നുൽ മശ്ശർ റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട മനാക്കിബിൽ നിന്ന്. മനാക്കിബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ സവിശേഷമായിട്ടുള്ള സുത്യർഹമായിട്ടുള്ള ഗുണവിശേഷണങ്ങളെ വിശദീകരിക്കുമ്പോഴാണ് മനാക്കിബ് എന്ന് കൊണ്ടുവരാറുള്ളത്. അപ്പോൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഉന്നതമായ വ്യക്തി ജീവിതം, അതുപോലെ തന്നെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹുവിന്റെ മഹത്വങ്ങൾ, കറാമത്തുകൾ, അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനങ്ങൾ, ഇതൊക്കെ വിശദീകരിക്കുന്ന ഒരു ഫസിലാണ് അടുത്ത ഫസിൽ. ബഹുമാനപ്പെട്ടവർ തുടങ്ങുന്നത് നമ്മൾ കഴിഞ്ഞ ഫസലുകളിൽ പറഞ്ഞതുപോലെ അതൊക്കെയും സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉന്നതമായ മഖാമിനെ ദ്യോതിപ്പിക്കുന്ന, അറിയിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തിന് കാണിച്ചു തരുന്ന മനാക്കിബുകളാണ് നമ്മൾ കഴിഞ്ഞു പോന്നിട്ടുള്ളത്. അതിന്റെ തുടർച്ചയാണ് ഒരു കണക്കിൽ ഇത് വരുന്നത്. കാരണം കഴിഞ്ഞ ഫസലുകളിൽ, കഴിഞ്ഞ ഭാഗങ്ങളിൽ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വിശദീകരിക്കപ്പെട്ടത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉന്നതമായ മഖാമുകളാണ്. അതൊക്കെ മനാക്കിബുകൾ തന്നെയാണ്. എന്നിട്ട് ആ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹുവിന്റെ അതുപോലെ തന്നെ ഉന്നതമായ മനാക്കിബിൽ പെട്ടത് തന്നെയാണ് സലാത്തുൽ ഫാത്തിഹ. സലാത്തുൽ ഫാത്തിഹ, അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിക എന്ന് പറയുന്ന ഈ സലാത്തുൽ ഫാത്തിഹ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ ശൈഖ് റളിയല്ലാഹുവിനെ പ്രത്യേകം തെരഞ്ഞെടുത്തു എന്നതിന്റെ വ്യക്തമായ അടയാളമാണ്. അതുപോലെ തന്നെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് മുഹമ്മദിയ ഉലൂമുകളുടെ മുഴുവനും നൽകപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആർക്കും ലഭിച്ചിട്ടില്ല. അത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു കിട്ടിയ അള്ളാഹു നൽകിയിട്ടുള്ള പ്രത്യേകം ഒരു വരദാനമാണ്, ഒരു ഖാസായിട്ടുള്ള അനുഗ്രഹമാണ്. ഈ മുഹമ്മദിയ ഉലൂമുകൾ മുഴുവൻ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു ലഭിച്ചുള്ളത്. അത് എത്രയാണ്? മുഹമ്മദിയ ഉലൂമുകൾ 110 110. ചില ആരിഫുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനെ 72 വിഭജിക്കും. ഇതിനെ ഈ ഉലൂമുകളെ 72, ആ 72 വിഭജിച്ചാൽ ആ ചെറുതില്ല ഓരോന്ന് 72, ആ ഒന്നിനെ 72 പിന്നെ വിഭജിക്കും. അങ്ങനെയാണ് ഈ ഉലൂമുകളുടെ പോക്ക് എന്ന് ആരിഫുകൾ പറയാറുണ്ട്. പക്ഷെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇതിനെ 1,11,000 വിഭജിക്കും. ഈ 111 എന്താണ്? പിന്നെ ഉലൂമുകളെ, മുഹമ്മദിയ ഉലൂമുകളെ പിന്നെ 1,11,000, അതിനെ പിന്നെ ഓരോന്നിനും
1,11,000. അങ്ങനെയാണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഈ ഉലൂമുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഉലൂമുകൾ ഒരാൾ കരസ്ഥമാക്കിയെങ്കിൽ, നേടിയിട്ടുണ്ടെങ്കിൽ, അവർ ഉലൂമുൽ അവ്വലീന വൽ ആഖിരീൻ മുഴുവൻ കരസ്ഥമാക്കി, തുടക്കവും ഒടുക്കവും എല്ലാം നേടിയെടുത്തു എന്നാണ് അർത്ഥം. അത് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു നേടിയെടുത്തു. ഒരു കമാലിയത്തിൽ എത്തിയിട്ടുള്ള ഒരാൾ ഇതിൽ നേടിയെടുക്കിയ 72 ദർജയാണ്, 72 ഉലൂമുകളാണ്. ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ബിൻ മഷീസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹത്തുക്കൾ അവരൊക്കെ 72 ഉലൂമുകളാണ് നേടിയിട്ടുള്ളത്. നമ്മളെ ഇതിന്റെ കൂടെ ഈ ക്ലാസിന്റെ തുടക്ക ഭാഗത്ത്, ഈ കിതാബിന്റെ തുടക്ക ഭാഗത്ത് സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ കുടുംബ പരമ്പര വിശദീകരിക്കുന്ന സമയത്ത് 4ാമത്തെ വല്യപ്പയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുഖം മൂടിയിട്ട് ആരും വരാതെ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മഹാൻ മുഹമ്മദിയ ഉലൂമിന്റെ 72 ഉലൂമുകൾ കരസ്ഥമാക്കിയ മഹാനാണെന്ന് അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാമിലായിട്ടുള്ള ഒരാൾ നേടിയെടുക്കുന്ന ഒരു മഹാത്മാവ് എത്രയാണ്? 72. സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു എത്രയാണ്? 111 മക്കാമുകൾ കയറിയിട്ടുണ്ട്, ഉലൂമുകൾ നേടിയെടുത്തിട്ടുണ്ട്. പിന്നീട് ബഹുമാനപ്പെട്ട ഇബ്നുൽ മശ്ശർ റളിയല്ലാഹു അൻഹു പറയുന്നു, സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഞങ്ങളോട് പറയുകയുണ്ടായി, ബഹുമാനപ്പെട്ടവർ അഥവാ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു സയ്യിദുൽ വുജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിന്നെ കാര്യങ്ങൾ ചോദിച്ചു. ഇതിന്റെ ഖുസൂസിയാത്തുകളും കാര്യങ്ങളും ഉലൂം മുഹമ്മദിയ ഉലൂമുകളൊക്കെ, അതൊക്കെയും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം നൽകുകയുണ്ടായി. അതാണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഖുസൂസിയത്ത്, ഏറ്റവും ഉന്നതമായ മഹത്വം എന്ന് പറയുന്നത് അതാണ്. ഇതൊക്കെയും ഒരുമിച്ച് കൂട്ടി എന്നുള്ളത്, നേടിയെടുത്തു എന്നുള്ള പറയുന്നത്. അതുപോലെ തന്നെ സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ മനാഖിബിൽപ്പെട്ടത് തന്നെയാണ് ഈ ത്വരീഖത്തിൽ സയ്യിദുന ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ ത്വരീഖത്തിൽ പ്രവേശിച്ച അസ്ഹാബുകളുടെ ഒക്കെയും മർത്തബ എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിൽ എല്ലാ ഔലിയാക്കന്മാരുടെയും മുകളിലാണ്. എല്ലാ ഔലിയാക്കന്മാരുടെയും മർത്തബക്കൾക്കും മുകളിലാണ്, ഉന്നതമാണ് ഈ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ത്വരീഖത്തിൽ പ്രവേശിച്ച അസ്ഹാബുകളുടെ മർത്തബ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഉറപ്പ് നൽകുകയുണ്ടായി. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്നോട് വാസിത്തത്തുൽ മുഅല്ലം എന്നവർ അഥവാ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിനുള്ള വാസിത്ത അവർ പറയുകയുണ്ടായി, എൻ്റെ അടുക്കലേക്ക് ഒരു മലക്ക്, ഏറ്റവും ഉന്നതമായിട്ടുള്ള, ഏറ്റവും അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠമായിട്ടുള്ള വലിയൊരു മലക്ക്, എന്റെ മലക്കളിൽപ്പെട്ട ഒരു വലിയൊരു മലക്ക് എന്തായി എൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ മലക്ക് പറയാണ് ഇവരോട്, എന്ത്, എന്നെ സംബന്ധിച്ച് എൻ്റെ പേര് മലക്കുകൾക്കിടയിൽ ഉച്ചരിക്കപ്പെട്ടാൽ അവരൊക്കെയും കിടിലം കൊള്ളും. അള്ളാഹുവിനുള്ള ഹൈബത്ത് കാരണത്താൽ എൻ്റെ പേര് അവരുടെ ഇടയിൽ ഉച്ചരിക്കുമ്പോഴേക്കും എന്താവും? മലക്കുകളൊക്കെയും കിടിലം കൊള്ളും. അങ്ങനത്തെ അത്രയും ബഹുമത്വമുള്ള വലിയ മലക്കാണ് ഈ മലക്ക്. ഇവരോട് പറയാണ്, പക്ഷേ എന്നിട്ട് പറയാണ്, അഹ്മദ് തിജാനി ഫളു അഅ്ളമു മിൻ ഫളി, എന്നാൽ അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിന്റെ ഫള് എന്നേക്കാൾ അപ്പുറത്താണ് എന്ന് ഈ മലക്ക് ഇവരോട് പറയുകയുണ്ടായി. ഈ മലക്കാണ് കുത്തുബാനിയത്തിന്റെ മിഫ്താഹുകളൊക്കെയും സയ്യിദുന ശൈഖ് റളിയല്ലാഹു തങ്ങൾക്കൊക്കെ അറിയിച്ചു കൊടുക്കുകയും പഠിപ്പിക്കുക ചെയ്യുന്നത്. പിന്നെ അതിൽപ്പെട്ടതാണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, സയ്യിദുന ശൈഖ് റളിയല്ലാഹു തങ്ങൾക്ക് ഈ ദിക്ർ ചെല്ലുന്ന സമയത്ത് ചുമ വന്നാൽ വായിൽ നിന്നും പിന്നെ പ്രകാശം പൊട്ടിവിടരുമായിരുന്നു. ചുമക്കുന്ന സമയത്തൊക്കെയും പ്രകാശം പൊട്ടിവരുന്നു. ആ വീടൊക്കെ പ്രകാശിക്കുമാർ, വീട് മൊത്തയും പ്രകാശിക്കുമാർ ചുമ വെക്കുമ്പോഴൊക്കെയും എന്താവും? പ്രകാശം പുറത്തു വരാറുണ്ടായിരുന്നു എന്ന് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ ഒരു കാര്യമാണ് ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇബ്നുൽ മശ്ശർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ സാക്ഷിയാണ്. ഒരിക്കൽ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു മുമ്പിലിരിക്കെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഔലിയാക്കന്മാർക്കൊക്കെ സംഭവിക്കുന്ന ഒരു അവസ്ഥ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് സംഭവിക്കുകയുണ്ടായി. അഥവാ പിന്നെ ഇത് കണ്ടപ്പോൾ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ അവസ്ഥ എനിക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇത് ആദ്യത്തെ ഒന്നല്ല, പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇത് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പ്രഭാത സമയത്ത്, രാവിലെ സമയത്ത്, പിന്നെ അസറിന്റെ ശേഷം വരെയും ഈ ഒരു അവസ്ഥയിൽ, പ്രത്യേക ഒരു അവസ്ഥയിൽ ആവുകയുണ്ടായി. ഈ സമയത്ത് ഞാൻ കാണുന്ന ഈ ലോകം പോലെ അല്ലാത്ത വേറൊരു ലോകം, ഈ ലോകത്തുമായിട്ട് എനിക്ക് സാദൃശ്യപ്പെടുത്താൻ പറ്റില്ല. നമ്മളെ ചിന്തക്കൊന്നും തവസ്സവുറാക്കാൻ പറ്റാത്ത, കണ്ടെത്താൻ പറ്റാത്ത, ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഈ ലോകമല്ലാത്ത വേറെ ഒരുപാട് ലോകങ്ങൾ ഞാൻ കാണുകയും അവിടെയൊക്കെയും നിയന്ത്രിക്കുന്ന ഒരു അധികാരിയായി ഞാൻ നിലനിൽക്കുകയും ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി എന്ന് ബഹുമാനപ്പെട്ട ഇബ്നുൽ മശ്ശർ റളിയല്ലാഹു അൻഹു പറയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മഹത്വത്തിൽപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെ അസ്ഹാബുകൾ എന്ന് പറയുന്നത് അവർ അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠതും ഔദാര്യത്തിലും പുരുഷന്മാരിൽ അൽഫ് 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 4 അൽഫ് 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 എന്ന് പറഞ്ഞാൽ എത്രയായി? 10 ലക്ഷം അല്ലെ? അൽഫ് 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 എത്രയപ്പോ? അൽഫ് 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 4 അൽഫ് പറഞ്ഞാൽ എത്രയായി? അത്രയും ദർജയും ആളുകളും ഒക്കെയും ഇതിലുണ്ടാവുമെന്ന് ബഹുമാനപ്പെട്ട പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ സ്ത്രീകളുടെ മർത്തബകളിൽ 100,000 1,00,000 1,00,000 അത്രയും സ്ത്രീകൾക്ക് മർത്തബകളുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്നോട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ജീവിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് ഐശ്വര്യമുണ്ട്, ബർക്കത്തുണ്ട്, ഐശ്വര്യമുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളെ മക്കൾക്കും മക്കളെ മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെയും ഇത് ഒരിക്കലും ബുദ്ധിമുട്ടേണ്ടി വരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇന നൽകി അനുഗ്രഹിക്കുമെന്ന് ബഹുമാനപ്പെട്ട പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഗ്രഹിച്ചിട്ടുണ്ട് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് നിങ്ങളെ കാലഘട്ടത്തിലുള്ള എല്ലാവർക്കും ശുപാർശ ചെയ്യുന്ന ആളാണ് നിങ്ങൾ. നിങ്ങളെ കാലഘട്ടത്തിലുള്ള എല്ലാവർക്കും ശുപാർശകനാണ് ആര്? ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു എന്ന് ബഹുമാനപ്പെട്ട പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ മഹത്വത്തിന്റെ അടയാളമാണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു എല്ലാ ഭാഗത്തേക്കും കേളി കേട്ടു എന്ന് പറയുന്നത്. സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ വിശ്രുതി എല്ലാ ഭാഗത്തേക്കും എത്തി പരന്നൊഴുകി. അവിടെ നിന്നൊക്കെയും ആളുകൾ സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിനെ വലിയ നാടുകളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും ഒക്കെയും സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിനെ തേടി എത്താൻ തുടങ്ങി. സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ ഖ്യാതി അവിടെയൊക്കെയും പരന്നു വ്യാപിച്ചു എന്ന് പറയുന്നത് സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ സ്ഥാനത്തെയാണ് യോജിപ്പിക്കുന്നത്, കണക്കാക്കുന്നത്. അത് ബഹുമാനപ്പെട്ട പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വർത്താനമുണ്ട്. സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മുഖത്തെ പരിശുദ്ധമായ തിരുവദനത്തെ മുഖത്തെ വെള്ളിയാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും ആരെങ്കിലും കണ്ടാൽ ദർശിച്ചാൽ ദഖലൽ ജന്ന, അവർ സ്വർഗാവകാശിയാണ്, അവർ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊണ്ട് എന്ന് പ്രവേശിക്കുമെന്നല്ല, ദഖലൽ ജന്ന പ്രവേശിച്ചു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാ ഹിസാബിൻ വലാ ഇഖാബ്, അവർക്കൊരു ശിക്ഷയും ഇല്ല, ഒരു ഹിസാബും ഇല്ല. ഹിസാബില്ലാതെ അവർ എന്താവും? സ്വർഗത്തിൽ പോകും. സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ മുഖം ദർശിച്ചവർ വദനത്തെ. പിന്നെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും തുടർന്ന് പറയുകയുണ്ടായി സയ്യിദുന ശൈഖ് റളിയല്ലാഹു തങ്ങളോട്, നിങ്ങൾ ആരൊക്കെ ഇഷ്ടപ്പെട്ടോ അവരൊക്കെയും ലാ യമൂതു ഇല്ലാ വലിയൻ, വലിയായിട്ടല്ലാതെ മരിക്കുകയില്ല. സയ്യിദുന ശൈഖ് റളിയല്ലാഹു സ്വീകരിച്ചതോ അല്ല അസ്ഹാബുകളോ ദിക്ർ സ്വീകരിച്ചവരല്ല, ഇഷ്ടപ്പെട്ടവരുടെ ദർജയാണ് പറയുന്നത്. ഇഷ്ടപ്പെട്ടവർ വലിയായിട്ടല്ലാതെ ഈ ലോകത്തുനിന്ന് വിട പറയില്ല, മരിക്കുകയില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ച ദിവസവും കാണുന്നതിനെ കുറിച്ച് നസ്സൻ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പറയാണ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബി ഇസ്സത്തി റബ്ബി, എന്റെ റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം, യൗമൽ ഇസ്നൈനി വ യൗമുൽ ജുമുഅ, തിങ്കളാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും നിങ്ങള് ഫജ്ർ മുതൽ ഗുറൂബ് വരെ, സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഞാൻ ഒരിക്കലും നിങ്ങളിൽ നിന്ന് വിട്ടുവരില്ല. എപ്പോഴും നിങ്ങളുടെ കൂടെ സാന്നിധ്യത്തിൽ ആരുണ്ട്? സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഈ 2 ദിനങ്ങളിൽ തിങ്കളാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും ആരൊക്കെ നിങ്ങളെ കാണുന്നുണ്ടോ അവരുടെയൊക്കെയും പേരുകൾ യക്തുബൂന ഇസ്മഹു ഫീ വറഖത്തിൻ മിൻ ദഹബ്, സ്വർണത്താലുള്ള ഏടുകളിൽ അവരുടെ പേരുകൾ എഴുതും. മിൻ അഹ്ലിൽ ജന്ന, അഹ്ലിൽ ജന്ന, അവർ സ്വർഗാവകാശ ആളുകളാണെന്നാണ് ഈ സ്വർണത്തിന്റെ ഏടുകളിൽ എന്താണത് എഴുതി വെക്കുന്നത്, മലക്കുകൾ വന്നിട്ട്. അഥവാ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടപ്പോൾ എന്റെ കൂടെ സബഅത്തും മിനൽ മലായിക, 7 മലക്കുകളും കൂടി ഉണ്ടാവും. ഈ മലക്കുകളാണ് എന്താണത് ഈ എഴുതി വെക്കുന്നത് സ്വർണത്തിന്റെ ഏടുകളിൽ, സാധാ ഏടുകളിലല്ല. അതിന്റെ പവറാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ എഴുതി വെക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇതിനൊക്കെ സാക്ഷിയാകും, ഞാൻ ഇത് എഴുതുന്നൊക്കെ ഇതിനൊക്കെയും നിങ്ങളെ ദർശിക്കുന്നതും ആളുകൾ കാണുന്നതും അത് മലക്കുകൾ എഴുതുന്നതിനൊക്കെ ഞാൻ സാക്ഷിയായിട്ടുണ്ടാകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആ 2 ദിനങ്ങളിൽ ഒരുപാട് സലാത്തുകൾ എന്നിലേക്ക് സമർപ്പിക്കുമല്ലോ.
നിങ്ങൾ എൻ്റെ പേരിൽ ചെല്ലുന്ന സലാത്തുകളൊക്കെയും ഞാൻ നിങ്ങളെ തന്നെ കേൾപ്പിക്കും, നിങ്ങൾക്ക് അതിന് മറുപടി നൽകും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന എന്തൊക്കെ കർമ്മങ്ങളുണ്ടോ, അമാലുകളുണ്ടോ, അതൊക്കെയും എന്നിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുമെന്ന്, എനിക്ക് കാണിച്ചു തരുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുന ശൈഖ് റളിയല്ലാഹു തങ്ങളോട് പറയുന്നുണ്ടായി. മനസ്സിലാകുന്നില്ലേ? ക്ലിയർ അല്ലേ? എന്നിട്ട് പിന്നെ ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ സയ്യിദുന ശൈഖ് ബിൻബുൽ മശ്ർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു നിന്ന് കേട്ടതിൽ പെട്ടതാണ്. സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നോട് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു. ആരാണ് പറയുന്നത്? മിശ്രിൽ തങ്ങൾ ഉദ്ധരിക്കുന്നു. എന്നോട് ആര് പറഞ്ഞു? സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താണ് പറഞ്ഞത്? സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്നോട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗീയ ലോകത്ത് അമ്പിയാക്കളുടെ 40 മക്കാമുകളുണ്ട്. നിങ്ങൾക്ക് സ്വർഗത്തിൽ അമ്പിയാക്കളുള്ള 40 മക്കാമുകളാണ് നിങ്ങൾക്കുള്ളത്. പിന്നെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൽ പെട്ടത് മറ്റൊന്ന്, നിങ്ങൾക്ക് ഇന്നാലിന്ന മക്കാമിലെത്തിയാൽ, പിന്നെ അത് ഉന്നതമായ ഒരു മക്കാമാണ്, ആ മക്കാമിലെത്തിയാൽ നിങ്ങൾക്ക് ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ, നോക്കി നടത്താനുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ എത്തും. അതോടൊപ്പം തന്നെയും നിങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഉപകാരമെടുക്കും, ലാഭം നേടും, വിജയികൾ ഉൾപ്പെടും. അതുപോലെ തന്നെ കുറെ ആളുകൾ നശിച്ചു പോകും എന്നും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നുൽ മശ്ർ റളിയല്ലാഹു അൻഹു സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തേടുകയുണ്ടായി, അപേക്ഷിക്കുകയുണ്ടായി, എൻ്റെ കർമ്മങ്ങളൊക്കെ മുഴുവനും സ്വീകരിക്കാൻ, കബൂൽ ചെയ്യാൻ, എൻ്റെ കർമ്മങ്ങൾ ഇബാദത്തുകളൊക്കെ കബൂൽ ചെയ്യാൻ ബഹുമാനപ്പെട്ട സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടിയപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅമാലുക മഖ്ബൂലത്തുൻ, നിങ്ങളെ കർമ്മങ്ങളൊക്കെയും സ്വീകരിക്കപ്പെട്ടതാണ്. അതിൽ വേറെ നിങ്ങൾ ഏത് അവസ്ഥയിൽ എപ്പോ എങ്ങനെ ചെയ്താണെങ്കിലും അതൊക്കെയും മഖ്ബൂലാത്താണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് പറയുന്നത്? ആരോട് പറയുന്നു? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു കൊടുത്ത ഉറപ്പാണത്. എന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, വീണ്ടും ഞാൻ സയ്യിദുന ശൈഖ് റളിയല്ലാഹു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, എന്ത് തങ്ങളെ, നിങ്ങളുടെയും നബി തങ്ങളുടെയും അള്ളാഹുവിന്റെ അടുക്കൽ സ്നേഹത്തിന്റെ സ്ഥാനം, സ്നേഹം, ഇഷ്ടം, അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും ഇഷ്ടത്തെ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ റിള, അള്ളാഹുവിന്റെയും നബി തങ്ങളെ നിങ്ങളുടെയും ഇഷ്ടത്തെ, റിളയും ഞാൻ ആഗ്രഹിക്കുന്നു. സഹായവും നോട്ടവും തെരഞ്ഞെടുപ്പൊക്കെയും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് ഈ നൽകിയ ഔറാദുകളുടെ അർത്ഥം എന്താണ്? അപ്പൊ ഇതിന്റെ ഒക്കെ അർത്ഥം അതന്നെയല്ലേ? അള്ളാഹു നിങ്ങളെ സ്വീകരിച്ചു, നിങ്ങളൊക്കെ ഏറ്റെടുത്തു, ഇത്രയും നിങ്ങളെ തൃപ്തി ഇഷ്ടമുണ്ട് എന്നല്ലേ ഈ ഔറാദ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്നാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അത്രയും ബഹുമതിയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുന ശൈഖ് റളിയല്ലാഹു തങ്ങൾക്ക് നൽകുന്നത്. എന്നിട്ട് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നീട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് എല്ലാവിധ ബലാകളിൽ നിന്നും സംരക്ഷണം, നിർഭയത്വം നൽകി അനുഗ്രഹിച്ചു, എല്ലാവിധ അമാനും നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട മശ്ർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു, ബലാഇൽ ആഖിറതി വദ്ദുനിയ, ദുനിയാവിലും ആഖിറത്തിലും ബലാ ആണോ? അപ്പോൾ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്, അവലൈസ ഖാല ലി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പോരെ, അന്ത മിനൽ ആമിനീന കുല്ലു മൻ അഹബ്ബക മിനൽ ആമിനീൻ, നിങ്ങളെ ഇഷ്ടപ്പെട്ട ആരുണ്ടോ, സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആരൊക്കെ ഉണ്ടോ അവരൊക്കെയും നിർഭയരാണ്. അതിൽ പോരെ, അതിന് മറുപടി പോരെ, അതിൽ പിന്നെ ദുനിയാവും ആഖിറവും ചോദിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. ഇതന്നെ ധാരാളം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവും ആഖിറൊക്കെയും നിർഭയത്വമുള്ളവരാണ്, അവർ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്നാണ്. അതുപോലെ തന്നെ അപ്പോൾ ഇബ്നുൽ മശ്ർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അതെ, വലില്ലാഹിൽ ഹംദു വലഹുൽ മിന്ന അലാ ഹാദിഹിൽ കറാമത്തുൽ ഉളുമ, അള്ളാഹുവിന്റെ തന്നെയാണ് എല്ലാ സർവസ്തുതിയും ഗുണങ്ങളും. അള്ളാഹുവിന്റെ അടുക്കൽ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ലഭിച്ച വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഇത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അങ്ങനെ
സയ്യിദുന ശൈഖുദാനോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടുകയുണ്ടായി 10 വല്യപ്പന്മാരെ, എൻ്റെ 10 വല്യപ്പന്മാരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ സയ്യിദുന ശൈഖുദാൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടുകയുണ്ടായി. അള്ളാഹുവിന്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാം ഏറ്റെടുത്തു, എല്ലാ ഉറപ്പും നൽകി, വാഗ്ദാനങ്ങൾ നൽകി, ഉറപ്പ് നൽകി. എന്നിട്ട് സയ്യിദുന ശൈഖുദാൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് 30 ആവശ്യങ്ങൾ ഒരു വട്ടം ചോദിക്കേണ്ട, 30ഓളം ആവശ്യങ്ങൾ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കാര്യങ്ങളും എനിക്ക് ഉറപ്പ് തന്നു. 30 ആവശ്യം വെച്ചിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും തള്ളിക്കളഞ്ഞിട്ടില്ല, എല്ലാം ഏറ്റെടുത്തു. അതാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. അത്രയും വലിയ മഹത്വത്തിനുടമയായിട്ടുള്ളവരെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായിരിക്കൽ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട്, എന്ത് മൻ സബ്ബക, ആരെങ്കിലും നിങ്ങളെ ചീത്ത വിളിച്ചാൽ, കുറ്റം പറഞ്ഞാൽ, വലം യതുബ്, എന്നിട്ട് അവൻ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ, ലാ യമൂതു ഇല്ലാ കാഫിറ, അവൻ കാഫിറായിട്ടല്ലാതെ മരിക്കൂല. ആരെങ്കിലും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ചീത്ത വിളിച്ചിട്ട് തൗബ ചെയ്തിട്ടില്ല എങ്കിൽ കാഫിറായിട്ടല്ലാതെ അവൻ ചാവില്ല, മരിക്കില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവോട് പറയുകയുണ്ടായി. വൈൻ ഹജ്ജ വൈൻ ജാഹദ, ഒരാൾ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ഹജ്ജ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിന് വേണ്ടി, ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യുക, ധർമ്മസമരം നടത്തുക. അവൻ എത്ര യുദ്ധം ചെയ്താലും എത്ര ഹജ്ജ് ചെയ്താലും ശരി, അവൻ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, കുറ്റം പറഞ്ഞിട്ടില്ലെങ്കിൽ, തൗബ ചെയ്തിട്ടില്ലെങ്കിൽ കാഫിറായിട്ടല്ലാതെ മരിക്കില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇക്കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട മിർശ റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുന്നത്, അവൻ ഷരീഫായിട്ടില്ലെങ്കിൽ, അഹ്ലുബൈത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർ അവർ കുഫറിലായിട്ട് എന്താവില്ല, മരിക്കില്ല. വൈൻ അമിലു മിൻ ദുനൂബ്, അവർ ഒരുപാട് തെറ്റുകൾ ചെയ്താൽ പോലും അവർ സംശുദ്ധീകരിക്കപ്പെട്ട ആളുകളാണ്. അപ്പോൾ അഹ്ലുബൈത്ത് അല്ലാത്ത ആരൊക്കെയും അവർ കാഫിറായിട്ട് മരിക്കില്ല എന്ന് കൃത്യമായിട്ട് വിഷയം വരുന്നുണ്ട്. അങ്ങനെ അല്ലാത്തവരൊക്കെയും സയ്യിദുന ശൈഖ് ആരൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ, പൊറുപ്പിച്ചിട്ടുണ്ടോ, ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ, അവരൊക്കെയും കാഫിറായിട്ടല്ലാതെ മരിക്കില്ല. നഊദുബില്ലാ. അങ്ങനെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു പ്രത്യേകതയിൽപ്പെട്ടതാണ്, മഹത്വത്തിൽപ്പെട്ടതാണ്, സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു എവിടെ ഇറങ്ങിയോ അവിടെയൊക്കെയും വമ്പിച്ച ബർക്കത്താണ്, വമ്പിച്ച ഖൈറുകളാണ്, ധാരാളം അനുഗ്രഹങ്ങളായിരിക്കും ആ നാട്ടിൽ അടിച്ചു വീശുക. അത് ആ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു എവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ ആ നാട്ടുകാരൊക്കെ അതിന് സാക്ഷികളാണ്. ഇത് നടന്നു കഴിഞ്ഞതാണ്, നടക്കുമെന്നല്ല. ഇത് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു എവിടെയൊക്കെ കാല് കൊട്ടിയിട്ടുണ്ടോ, ഇറങ്ങിയിട്ടുണ്ടോ ആ നാട്ടുകാരൊക്കെയും അതിന് അനുഭവസ്ഥരാണ്. സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ തർക്കിക്കുകയോ എതിർത്തോ നാട്ടുകാരെ ഒഴികെ അവർക്ക് ചിലപ്പം കിട്ടില്ല. അല്ലാത്ത അനുഗ്രഹത്തോടു കൂടി ജീവിച്ച ആളുകൾക്കൊക്കെയും ഇത് കിട്ടും. അപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെയും ഇത് കൃത്യമായി ബോധ്യപ്പെട്ട കാര്യമാണ്, അവർ അനുഭവിച്ച കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ യാതൊരു ശക്കില്ല, ഒരു സംശയത്തിനും അവർക്ക് വകയില്ല. അവർക്ക് ഇത് അനുഭവിച്ച കണ്ടറിഞ്ഞ ആളുകളാണ്. അതുകൊണ്ട് തന്നെയും അഹ്ബാബുകളെപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹിതന്മാരായ ആളുകളൊക്കെയും എപ്പോഴും അവരുടെ നാട്ടിലേക്ക് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങണം എന്ന് താല്പര്യപ്പെടുകയും അതിന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ നാട്ടിൽ വന്നെങ്കിൽ വരണമെന്ന് അപ്പോൾ അവരൊക്കെയും ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട മിർശ റളിയല്ലാഹു അൻഹു പറയാണ്, ഇപ്പോഴും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഇത് എഴുതുന്ന കാലഘട്ടം ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു എവിടെയാണ് സ്ഥിരവാസമാകുക, എവിടെ ഇറങ്ങാന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഒറ്റൊരു കാര്യമേ ഉള്ളൂ, ഞാൻ അള്ളാഹുവിനോട് എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ആയിരിക്കണമെന്നും, അങ്ങനെ ആ കൂടൽ സ്വർഗത്തിൽ സ്ഥിരവാസമാകുന്നതുവരെ ഇല്ലീനിൽ സ്ഥിരവാസമാകുന്നതുവരെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു കൂടെ തന്നെ ഉണ്ടാകണമെന്നാണ് എന്റെ അള്ളാഹുവിനോട് തേടുള്ള തേട്ടമെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ മശ്അർ റളിയല്ലാഹു അൻഹു ഇതിന്റെ കൂടെ ചേർത്ത് പറയാണ്. മനസ്സിലാണ്ടോ? ക്ലിയർ അല്ലേ? എന്നിട്ട് പോവല്ലേ? എന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വത്തിൽപ്പെട്ടതാണ്, മഹത്വങ്ങൾ ഇങ്ങനെ പറയാണ്, ഉന്നതമായ സ്ഥാനത്തിൽപ്പെട്ടതാണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കയൊക്കെയും നാഫിയായ ഉലൂമുകളാണ്. കയ്യിലുള്ളതൊക്കെയും നാഫിയായ ഉലൂമുകളാണ്. ഒരുപാട് ഉലൂമുകൾ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, നാഫിയാണ്.
അല്ലെങ്കിൽ മറിച്ചവനോട് കണക്ക് പറയേണ്ടി വരും. അപ്പോൾ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു നാഫിയ ഉലൂമുകളൊക്കെ ഹിഫ്ളാണ്, ബൈഹാർത്ത, മനപ്പാടാണ്, കൃത്യാണ്. ആരെങ്കിലും എന്തെങ്കിലും മസ്അല കാര്യങ്ങൾ ചോദിച്ചു വരികയാണ്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെയും എഴുതിപ്പിക്കുകയാണെങ്കിൽ, എഴുതി മറുപടി കൊടുക്കുകയാണെങ്കിൽ എന്താണോ അവർ ഉദ്ദേശിക്കുന്നത്, എന്താണോ അവർ ആവശ്യം, അത് മുഴുവൻ രീതിയിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ, എഴുതി കൊടുക്കാൻ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു, എഴുതിപ്പിക്കാനൊക്കെ കഴിവ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഈ ഇൽമിന്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നു. അത് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ലൗഹുൽ മഹ്ഫൂദ്, സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഇതിന്റെ കണ്ണിന്റെ മുമ്പിലാണ് ലൗഹുൽ മഹ്ഫൂദ് എന്നതുപോലെയാണ്. അങ്ങനെ പറയും ഉലൂമുകൾ, കണ്ണിന് മുമ്പിലാണ് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് തോന്നിപ്പിക്കുമാറ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ. ഇത് എല്ലാവരും സാക്ഷിയാണ്. സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ ഖാസുകൾപ്പെട്ട മഹത്തുക്കൾക്കും അല്ലാത്തവർക്കൊക്കെയും ഇത് അനുഭവേദ്യമായ കാര്യമാണ്, അവരൊക്കെ അനുഭവിച്ച കാര്യമാണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ ഈ ഇൽമിലുള്ള വിശേഷണം എന്ന് പറയുന്നത്. ഒരിക്കൽ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനുഷ്യൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചില ചോദ്യങ്ങൾക്കുള്ള ജവാബുകൾ, മസ്അലകൾ, വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അയാൾ ചോദിക്കുന്നവർ പിന്നെ 4 വർഷം തുടർച്ചയായി എന്നോട് ചോദിച്ചാൽ പോലും ഞാൻ അതിനൊക്കെയും മറുപടി കൊടുക്കും, പിന്നെ അവർക്ക് എഴുതിയാലും തീരൂല, എനിക്ക് അതൊക്കെയും പറയാൻ കഴിയുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? 4 വർഷം തുടർച്ചയായി ചോദിച്ചാൽ പോലും എൻ്റെ അടുക്ക് ഇൽമുകൾക്ക് നൽകാൻ എനിക്ക് കഴിയും. അവർ എഴുതി മടുക്കും, ചിലപ്പോൾ എഴുതി തീരാൻ കഴിയില്ല. അങ്ങനെയാണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ട ബിലാൽ മശ്ഹൂർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഈ സമയത്ത് പറഞ്ഞു, ഇതൊക്കെയും അഹ്ലുൽ ഇൽമ് ലദുന്നിയായ ആളുകളുടെ മഹത്തുക്കളുടെ അവസ്ഥയാണല്ലോ. ലദുന്നിയായ ഉലൂമുകൾ, അള്ളാഹുവിന്റെ അടുക്കൽ വരുന്ന ലദുന്നി എന്ന് പറഞ്ഞ സൂറത്തുൽ കഹ്ഫിലുള്ള ഒരു ആയത്തുണ്ടല്ലോ, ഹിദർ അലൈഹിസ്സലാം അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതുമായിട്ട് ബന്ധത്താണ്. അബ്ദൻ മിൻ ഇബാദിനാ ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ. അതുമായിട്ടാണ് എന്ത് ലദുന്യ ഇൽമ എന്ന് പറയുന്നത്. അഥവാ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നേരിട്ട് കിട്ടുന്ന നൂറാനിയത്തായ കശ്ഫിലുള്ള ഗൈബിയായിട്ടുള്ള ബാത്തിനിയായിട്ടുള്ള ഈ ഉലൂമുകളൊക്കെയാണ് എന്ത് പറയാറുള്ളത്. തസൂഫിന്റെ ലോകത്ത് ഓരോ ഔലിയാക്കന്മാരും ലദുന്യക്ക് ഓരോ നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൽമുൽ ബാത്തിൻ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള മഹത്തുക്കളുടെ അവസ്ഥയാണ് ഇത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നുൽ മശ്ഹൂർ റളിയല്ലാഹു അൻഹു കൂടെ ചേർത്ത് പറയണം. അങ്ങനെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നുൽ മശ്ഹൂർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു എന്നോട് പറയുകയുണ്ടായി, എൻ്റെ മനസ്സിൽ, എൻ്റെ ചിന്തയിൽ ഒരു കിതാബ് ഇങ്ങനെ വന്നിട്ടുണ്ട്, തുടക്കം മുതൽ ഒടുക്കം വരെയും അതിന്റെ ബാബും ഫസലും കാര്യവും എല്ലാം എൻ്റെ മനസ്സിൽ ഒരു കിതാബ് പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കിതാബ് എൻ്റെ കയ്യിലുണ്ട്. അതിന്റെ ബാബുകളും മസായിലുകളും ഒക്കെയും ആ കിതാബിൽ. ഒരാൾ കിതാബ് എഴുതുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരു ഭാഗത്ത് എഴുതാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ഫസലും ഭാഗമൊക്കെ ആക്കൽ പിന്നെയായിരിക്കും, ഓരോ ഭാഗങ്ങൾ കണ്ടെത്തൽ പിന്നെയായിരിക്കും അതിന് ഇറങ്ങിയ ശേഷം. ഇതൊക്കെയും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു മുള്ളിൽ ചിത്രത്തിൽ എല്ലാം വന്നു കഴിഞ്ഞു കിതാബ്. എന്നിട്ട് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഇബ്നുൽ മശ്ഹൂർ റളിയല്ലാഹു അൻഹു പറയാണ്, സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അതിൽ വിവരിക്കുന്നത്, പറയുന്നത്, ആ കിതാബിൽ പറയുന്നത് ഫുഖഹാക്കളുടെയും അഹ്ലുൽ ഇൽമുൽ ലാഹിറായ ഉലൂമിന്റെ ആൾക്കാരുണ്ടല്ലോ, അതുപോലെ തന്നെ ഇൽമുൽ കലാമിന്റെ ആളുകളിൽ നിന്നൊക്കെയും ഉണ്ടാകുന്ന വലത്തുകൾ, അവരിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പാകപ്പിഴവുകൾ, അതൊക്കെ വിഷയവും അത് പിന്നെ ഉദ്ധരിക്കാതിരുന്നാലുള്ള ഉപകാരങ്ങളൊക്കെയും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ മനസ്സിൽ ദീനിലുള്ളത് എന്ന് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു എന്നോട് പറയുകയുണ്ടായി എന്ന് ഇബ്നുൽ മശ്ഹൂർ റളിയല്ലാഹു അൻഹു പറയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു അതിന് പേരിട്ടുള്ളത് കിതാബുൻ നസ്സി വൽ ഫത്വ ഫീമാ അമ്മത് ബിഹിൽ ബൽവാ എന്നാണ്. ആ കിതാബിന് പേര് പോലും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു കണ്ടുവച്ചു. പക്ഷേ ഇതുവരെ എന്തായിട്ടില്ല, അത് പുറത്തു വന്നിട്ടില്ല, അത് വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല എന്ന് ഇബ്നുൽ മശ്ഹൂർ റളിയല്ലാഹു അൻഹു ഈ ഗ്രന്ഥം രചിക്കുമ്പോൾ പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഉലൂമുകൾ ആളുകൾ പറഞ്ഞാലും ഇതൊക്കെ കൊടുക്കാനും 4 വർഷം തുടർച്ചയായി കൊടുക്കാനും കിതാബുകളൊക്കെ അങ്ങനെ തന്നെ മനസ്സിലേക്ക് വരുന്നതിലൊക്കെ അത്ഭുതമുണ്ടോ? ഇല്ല. കാരണം തീർച്ചയായും സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, കുല്ലുമാ അംലൈത ഫഅന്ത മുതർജിമുൻ അന്നി ഔ കമാ ഔ കലാമൻ ഹാദാ മഅനാഹു. സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ എല്ലാത്തിന്റെയും മുത്തർജിമാണ്, പരിഭാഷകനാണ്, എല്ലാം എത്തിച്ചു കൊടുക്കുന്ന ആളാണ്. ഇങ്ങനെ ഒരു കലാം ബഹുമാനപ്പെട്ട പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു അർത്ഥത്തിലുള്ള ഒരു കലാം എന്തായിട്ടുണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നതിൽ അത്ഭുതമുണ്ടോ? ഇല്ലല്ലോ, ഇതൊന്നും അത്ഭുതമുള്ള കാര്യമൊന്നല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ മറ്റൊരു മഹത്വത്തിൽപ്പെട്ടതാണ്, ബഹുത്വത്തിൽപ്പെട്ടതാണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു
എപ്പോഴും അങ്ങേ അറ്റം തവാളുവിന്റെ ഉടമയാണ്, വിനയാന്വിതനാണ്. ആളെ കാണിക്കാനല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ എപ്പോഴും വിനയം നടിക്കുന്ന വിനയം കൊണ്ട് നടക്കുന്ന മഹൽ വ്യക്തിത്വത്തിനുടമയാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു. സയ്യിദുന ശൈഖ് റളിയല്ലാഹു തങ്ങളെ അറിയാത്ത ആരെങ്കിലും സയ്യിദുന ശൈഖ് റളിയല്ലാഹു കൂടിയിരിക്കുന്ന ആ സദസ്സിലേക്ക് വന്നാൽ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അസ്ഹാബുകളുടെ ഇടയിൽ തിരിച്ചറിയാൻ പറ്റില്ല. കാരണം അത്രയും വിനയമാണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ ഗുണവിശേഷങ്ങളിൽപ്പെട്ടതാണ് പരിത്യാഗ് സായിദായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ദുനിയാവിനെ ഉപേക്ഷിച്ച, എപ്പോഴും അള്ളാഹുവിനെ മാത്രം പ്രതീക്ഷിച്ച് ജീവിച്ച, അള്ളാഹുവിന്റെ റഹ്മത്തുകളൊക്കെ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ള, ദുനിയാവിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ള, എപ്പോഴും ചിന്താപരമായി അള്ളാഹുവിനെ മാത്രം തിരിച്ചു വെച്ചുള്ള ബുദ്ധികൂർമ്മതയുള്ള, ജനങ്ങളുടെ അവസ്ഥകളിലേക്കൊന്നും തിരിഞ്ഞ് അവരുടെ കുറ്റങ്ങളിലും അവസ്ഥകളിലേക്കൊന്നും തിരിയാതെ അള്ളാഹുവിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ചു വെച്ചിട്ടുള്ള, എപ്പോഴും സ്വന്തം കാര്യം വിജയത്തിലേക്ക് എടുക്കുന്നതിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടി സ്വന്തം ശരീരത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരുന്ന അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ തിരുസുന്നത്തുകളെ പിന്തുടരുന്നതിൽ അത്രയും കഠിനമായിരുന്ന, അത്രയും ശ്രദ്ധ ചെലുത്തിയിരുന്ന വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു. അതിൽ ആരെയും സയ്യിദുന ശൈഖ് റളിയല്ലാഹു കൂടെയുള്ള ആളുകളെ പോലും അതിൽ സയ്യിദുന ശൈഖ് റളിയല്ലാഹു ഒഴിവാക്കിയിരുന്നില്ല. അവരോടൊക്കെയും ഈ ചര്യ പിന്തുടരുന്നതിൽ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു യാത്രകളിലൊക്കെയും സഫായി നിസ്കരിക്കുന്നതിനെ കുറിച്ച് ഉത്ബോധിപ്പിക്കാറുണ്ടായിരുന്നു, പ്രേരിപ്പിക്കാറുണ്ട്. യാത്രയിൽ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു നമ്മളെ ബഹുമാനപ്പെട്ട മശ്ഹർ റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സയ്യിദുന ശൈഖ് നമ്മളോടൊക്കെയും അങ്ങനെ പറയാറുണ്ടായിരുന്നു. എന്നിട്ട് പറയാറുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഈ സഫിനെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവരെ നിങ്ങളെ കൂടെ കൂട്ടാൻ നിങ്ങൾ അനുവദിക്കരുത്. ഈ സഫിനെ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും അയാളെ എന്താവരുത്, നിങ്ങളെ കൂടെ കൂട്ടാൻ അനുവദിക്കരുത്. കാരണം സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ആരെങ്കിലും ഇതിനെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരുപാട് മുസീബത്തുകളിൽ നിന്നൊക്കെയും തടയാൻ ഇത് കാരണമായി തീരും. ഏത്? ഈ സഫ്. അപ്പോൾ അങ്ങനെ സയ്യിദുന ശൈഖ് എല്ലാ ഒരുപാട് മുസീബത്തുകളിൽ നിന്നുള്ള ഒരു തടയലാണ്, ഒരു തടവാണ് ഈ സഫ് എന്ന് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു മറ്റൊരു പ്രത്യേകതയാണ്, അഹ്ലു ബൈത്തിനോടൊക്കെ വലിയ ഇഷ്ടമായിരുന്നു, വലിയ മഹബത്ത് കാത്തു സൂക്ഷിച്ച മഹൽ വ്യക്തിത്വത്തിനുടമയാണ് ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെയും നമ്മുടെ എല്ലാവരുടെയും സമർപ്പണമായിട്ടുള്ള സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു എല്ലാവരോടും ആ വിഷയത്തിൽ ബോധിപ്പിക്കുകയും അവരോട് ചെയ്യേണ്ട മര്യാദകളും അവരെ ബഹുമാനിക്കേണ്ട രീതികളെ കുറിച്ചൊക്കെയും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു കൂടെയുള്ളവരോടൊക്കെയും എപ്പോഴും ഉത്ബോധിപ്പിച്ചിരുന്നു. അവരെ ബുദ്ധിമുട്ടിക്കുന്നതിനെ കുറിച്ച് എപ്പോഴും താക്കീത് കൊടുക്കാറുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു. അത് ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അത്രയും ഇഷ്ടത്തിന്റെ ഒരു അടയാളമാണിത്. സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത്രയും മഹബത്തിന്റെ അടയാളമാണ്. അഹ്ലു ബൈത്തിനോട് ഇത്രയും മാന്യമായിട്ട് ബഹുമാനത്തോടു കൂടി വർത്തിക്കണമെന്ന് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു നിഷ്കർഷിക്കാൻ കാരണം, സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ അടുക്കൽ അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് ഉന്നതമായ സ്ഥാനമാണ്. സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ മനസ്സിൽ സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ അടുക്കൽ അത് നമുക്കൊക്കെയും സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ ആ ബഹുമാനം നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയും യോജിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നുൽ മശ്ഹർ റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അഥവാ അഹ്ലു ബൈത്തുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ശ്രേഷ്ഠതകൾ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയൊരു ഗ്രന്ഥമുണ്ട്. ചെറിയ ഗ്രന്ഥമാണെങ്കിലും ഒരുപാട് ഉലൂമുകൾ ഉൾക്കൊള്ളുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഈ കിതാബ്. കിതാബിന്റെ പേര് ബിനുസ്റത്തി ശുറഫായ് ബിറദ്ദി അഹ്ലിൽ ജഫാ എന്ന് പറയുന്ന ഗ്രന്ഥം നമുക്ക് കിട്ടും. നമ്മളൊക്കെ വായിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. നമ്മൾ ഒരു കണക്കിന് ദർസ് എടുക്കുകയോ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ചെയ്യേണ്ട ഒരു കിതാബാണ് ബഹുമാനപ്പെട്ട മശ്ഹർ തങ്ങളുടെ. അങ്ങനത്തെ അഹ്ലു ബൈത്തിന് ഇത്രയും ഉന്നതമായി പറയുന്ന ഒരു ഗ്രന്ഥം മലയാളത്തിൽ ഉണ്ടാവില്ല. അത്രയും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഏത്? ബിനുസ്റത്തിൽ ശുറഫാ ബിറദ്ദി അഹ്ലിൽ ജഫാ. ബഹുമാനപ്പെട്ട ഇബ്നുൽ മശ്ഹർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അത് രചിച്ചത് മുഴുവനും അതിൽ സിംഹഭാഗവും ഭൂരിഭാഗവും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടുള്ളതാണ്. അഥവാ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിനെ മാറ്റിപ്പെടുത്തി പറയുന്ന കാര്യങ്ങളൊക്കെയും കോർത്തിണക്കി രചിച്ച ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം എന്ന് ഇബ്നുൽ മശ്ഹർ റളിയല്ലാഹു അൻഹു. അത് ചെറിയ ഗ്രന്ഥമാണെങ്കിലും അഹ്ലു ബൈത്തിന്റെ ശ്രേഷ്ഠതകളൊക്കെ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് എന്ന് മഹാനവറുകൾ ഇവർ പറഞ്ഞു വെക്കുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അസ്ഹാബുകളോടുള്ള ഇടപാട് അവസ്ഥ, അസ്ഹാബുകളുടെ കൂടെ ഉണ്ടാകുമ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു
പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണവിശേഷണങ്ങളൊക്കെ അപ്പടി പകർത്തുന്നതാണല്ലോ. അങ്ങനെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ അസ്ഹാബുകളോട് വർത്തിച്ചുള്ളത്, അങ്ങനെ തന്നെയാണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു കൂടെയുള്ളവരോടൊക്കെയും വർത്തിച്ചിട്ടുള്ളത്. അഥവാ സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ കൂടെ ഇരിക്കുന്ന, എത്ര നീണ്ടാലും കൂടെ ഇരിക്കുന്നവരൊക്കെ ഓരോരുത്തരുടെയും വിചാരം ഉണ്ടാവുക, മറ്റുള്ളവരെക്കാളും എന്നോടാണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന് ബന്ധം എന്ന് അവർ വിചാരിക്കുമല്ല എന്നല്ല, അവർ വിചാരിക്കൽ, അവർ ഉറപ്പിക്കും, അവർ വിശ്വസിക്കും, എന്നെയാണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു മറ്റുള്ളവരെക്കാളും കൂടുതൽ പരിഗണിക്കുന്നുവെന്ന് ഓരോരുത്തരും അങ്ങനെ തോന്നും. സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ പെരുമാറ്റത്തിൽ അത്രയും ഹൃദയബന്ധമായിരുന്നു സയ്യിദുന ശൈഖ് റളിയല്ലാഹു തങ്ങളും അസ്ഹാബുകളും തമ്മിൽ. ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു കൂടെയുള്ളവരോട് അത്രയും ഹൃദയവിശാലതയോടുകൂടിയും നല്ല ഉത്തമ സ്വഭാവത്തോടു കൂടിയാണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അവരോടൊക്കെയും വർത്തിക്കാറുള്ളത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ മനാക്കിബിൽപ്പെട്ടതാണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു വഖ്തിനെ കുറിച്ചുള്ള ഇൽമുൽ വഖ്ത്. അതൊരു അറിവാണ്. അത് ബഹുമാനപ്പെട്ട ഇബ്നുൽ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അത് അള്ളാഹുവിന്റെ ഔലിയാക്കൽപ്പെട്ട ഖാസായ അഥവാ പ്രത്യേകക്കാരായ ആളുകൾക്ക് മാത്രം അറിയുന്ന, അവർക്കല്ലാത്ത മറ്റാർക്കും അറിയാത്ത ഒരു പ്രത്യേകമായിട്ടുള്ള ഇൽമാണ് ഇൽമുൽ വഖ്ത്. അത് ആർക്കറിയാമായിരുന്നു? ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന് അറിയാമായിരുന്നു. അതുപോലെ തന്നെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു ഒരുപാട് കശ്ഫുകൾ ഉണ്ടാവാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി സയ്യിദുന ശൈഖ് റളിയല്ലാഹു കാണാറുണ്ട്. പക്ഷെ അതൊക്കെ പറയുമ്പോൾ സയ്യിദുന ശൈഖ് റളിയല്ലാഹു മാന്യത മര്യാദ കാത്തു സൂക്ഷിച്ചിട്ട് പറയും, ഖൽബി യുഹദ്ദിസുനി, എന്റെ ഹൃദയം പറയുന്നു, എനിക്ക് തോന്നുന്നു, എനിക്ക് ചിന്തയിൽ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അത് ഉദ്ധരിക്കാറുള്ളത്. എന്നിട്ട് സയ്യിദുന ശൈഖ് റളിയല്ലാഹു ഈ വിഷയം പറയും. അതൊക്കെയും പിന്നീട് ഞങ്ങൾക്ക് അനുഭവമായിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നുൽ മസ്ഊദ് റളിയല്ലാഹു ഇന്ന കാര്യങ്ങൾ എന്റെ മനസ്സിൽ വരുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന് തോന്നുന്നു, ഇങ്ങനെ പറയും. എന്നിട്ട് ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇബ്നുൽ മസ്ഊദ് റളിയല്ലാഹു പറയാണ്, സയ്യിദുന ശൈഖ് റളിയല്ലാഹു കൂടെ ഞങ്ങള് സഹാറ നാടുകളിൽ ഇങ്ങനെ ഉണ്ടായിരിക്കെ ഒരു സമയത്ത് സയ്യിദുന ശൈഖ് റളിയല്ലാഹു ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ ഒരു തെമ്മാടിയായിട്ട് അക്രമകാരിയായിട്ടുള്ള ഒരു നേതാവ്, ഒരു അമീർ വരുന്നുണ്ട് എന്ന് ഞങ്ങളെ അറിയിച്ചു. അത് ആ അക്രമകാരിയായിട്ടുള്ള രാജാവ്, നേതാവ്, അമീർ അയാൾ നാട്ടിൽ വന്നിട്ട് കുഴപ്പമുണ്ടാക്കുന്നതിന് മുമ്പേ ഇതിനെക്കുറിച്ച് അറിയിപ്പ് ഞങ്ങളോട് കൃത്യമായി നൽകിയിട്ടുണ്ടായിരുന്നു. ആര്? ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ചില സ്ഥലത്തെത്തുമ്പോൾ സയ്യിദുന ശൈഖ് റളിയല്ലാഹു പറയാറുണ്ട്, ഇതിവിടെ എനിക്ക് ഖാസായിട്ടുള്ള ചില സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ അസ്ഹാബിൽപ്പെട്ട ഖാസായിട്ടുള്ള മഹത്തുക്കൾ ഉണ്ടല്ലോ, ആ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇതാ എന്നെ സ്വീകരിക്കാൻ എൻ്റെ അടുക്കലേക്ക് ഇന്നാള് വരുന്നുണ്ട്, ഇന്ന അസ്ഹാബ് വരുന്നുണ്ട് എന്ന് സയ്യിദുന ശൈഖ് റളിയല്ലാഹു പറയാറുണ്ടായിരുന്നു. ആദ്യമേ കൂടെയുള്ളവരോട് ഇവരൊക്കെ കണ്ടുമുട്ടുന്നതിന് മുമ്പേ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അറുത് പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. ഇത് ത്വരീഖത്തിന്റെ അഹ്ലുകാരിൽ ഇഖ്ലാസിന്റെ മൻസിൽ എത്തിയ ആളുകളുടെ അവസ്ഥയാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നുൽ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുപോലെ തന്നെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പെട്ടെന്ന് ദുആക്ക് ഉത്തരം കിട്ടുന്ന മഹാ വ്യക്തിത്വമായിരുന്നു സയ്യിദുന ശൈഖ് റളിയല്ലാഹു. ഒരു വാളിന്റെ മൂർച്ച പോലെ അത്രയും പെട്ടെന്ന് സയ്യിദുന ശൈഖ് റളിയല്ലാഹു മൂർച്ചയുള്ള വാള് കൊണ്ട് വെട്ടിയാൽ അത്രയും സ്പീഡിൽ പെട്ടെന്ന് ഇജാബത്ത് ദുആ ഉള്ള മഹാനായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു. ഇതും ഇഖ്ലാസിന്റെ മൻസിൽ വരുന്നതാണ്. മഹത്തുക്കളുടെ ലോകത്ത്, ത്വരീഖത്തിന്റെ വക്താക്കളുടെ ലോകത്ത് ഇഖ്ലാസിന്റെ മൻസിൽ വരുന്ന അവസ്ഥയാണിത്. ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ എത്ര ദേഷ്യമുള്ള ശത്രുക്കളാണ് ഉണ്ടായിരുന്നാൽ പോലും അവർക്കൊന്നും ഒരിക്കലും സയ്യിദുന ശൈഖ് റളിയല്ലാഹു ഇരുത്താൻ സാധിച്ചിട്ടില്ല, തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒരാൾക്കും സയ്യിദുന ശൈഖ് റളിയല്ലാഹു വല വിധേനയും ഒരു രീതിയിൽ പോലും സയ്യിദുന ശൈഖ് റളിയല്ലാഹു ഉപദ്രവിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഇരുത്തിക്കളയാനോ ഒരാൾക്കും സാധിച്ചിട്ടില്ല. അത് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അള്ളാഹു നൽകിയ ഒരു ഉന്നതമായ സ്ഥാനമാണ്. അതുപോലെ തന്നെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു വലിയ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിഭവങ്ങൾ നൽകി അനുഗ്രഹിച്ചു എന്ന് പറയുന്നത്. അർസാഖ്, ഭക്ഷണ വിഭവങ്ങൾ നൽകിയിട്ട് എപ്പോഴും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളൊക്കെയും ഇതിന് സാക്ഷിയാണെന്ന് ഇബ്നുൽ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഞങ്ങളും ഖാസിൽപ്പെട്ട മഹത്തുക്കളൊക്കെയും ഇത് കണ്ടിട്ടുണ്ട്. സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു എത്ര വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും സയ്യിദുന ശൈഖ് റളിയല്ലാഹു ഭക്ഷണങ്ങൾക്കിടയിൽ, ഭക്ഷണത്തിന്റെ വിഷയത്തിൽ, റിസ്കിന്റെ വിഷയത്തിൽ എന്തായിട്ടില്ല, ഒരിക്കലും ബുദ്ധിമുട്ടിയിട്ടില്ല. സയ്യിദുന ശൈഖ് റളിയല്ലാഹു അത് സയ്യിദുന ശൈഖ് റളിയല്ലാഹു നിരൂപിക്കുന്ന ആളുകൾ പോലും, എതിരാളികൾ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമാണത്.
ഈ ഒരു വിഷയം എന്ന് പറയുന്നത്. സയ്യിദുന ശൈഖുൽ അധ്വാനിക്കാതെ തന്നെ, കച്ചവടം ചെയ്യാതെ തന്നെ, കൃഷി ചെയ്യാതെ തന്നെയും സയ്യിദുന ശൈഖുൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി കൊടുത്തു. അധ്വാനിക്കാതെ ഇതൊക്കെ കൊടുക്കാന്ന് പറഞ്ഞ ഒരു കറാമത്താണല്ലോ. അത് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു വാരിക്കോരി നൽകിയിരുന്നു. അത് അഹ്ലു തഖ്വയുടെ മൻസിൽ വരുന്നതാണ് എന്നാണ് ബഹ്മുൽ മശ്രിഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇഖ്ലാസിന്റെ മൻസിൽ പറഞ്ഞു, ഇത് തഖ്വന്റെ മൻസിൽ എന്നാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നുൽ മശ്രിഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ആദ്യ കാലത്തൊക്കെയും സയ്യിദുന ശൈഖുൽ കശ്ഫിന്റെ കാര്യങ്ങളൊക്കെയും ഇങ്ങനെ ഓരോ പ്രാവശ്യം അനുഭവിക്കുമ്പോഴൊക്കെയും പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ സയ്യിദുന ശൈഖുൽ അതിന്റെ വാതിലുകളൊക്കെ അടച്ചു. കാരണം സയ്യിദുന ശൈഖുൽ കമാലിയത്തിലേക്ക് എത്തി. അതിന്റെ കമാലിയത്ത് അവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ഇപ്പോൾ എന്തില്ല, അങ്ങനത്തെ വിഷയങ്ങളൊന്നും പറയില്ല. ആമീൻ. സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു മനാഖിബിൽപ്പെട്ടതാണ്, ആരൊക്കെ സയ്യിദുന ശൈഖ് തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തോ, ആരൊക്കെ സയ്യിദുന ശൈഖ് തങ്ങൾക്ക് സേവനം ചെയ്തോ, സയ്യിദുന ശൈഖ് ഭക്ഷിപ്പിച്ചോ, സയ്യിദുന ശൈഖ് രീതിയിൽ നല്ല എന്ത് ചെയ്തോ, അവർ അത് ഒരു മിസ്കാല അബ്ബത്ത്, ഒരു അണുമണിത്തൂക്കം, ഒരു ധാന്യത്തിന്റെ തൂക്കമാണെങ്കിൽ പോലും അറിയില്ല, അണുമണിത്തൂക്കം അത്രയാണെങ്കിൽ പോലും മിൻ ഖർദൽ യദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ് വലാ ഇകാബ്. സയ്യിദുന ശൈഖുൽ എത്ര നിസ്സാരമായ ചെറിയ രീതിയിൽ ആണ് ഒരാൾ സേവനം ചെയ്തെങ്കിൽ പോലും അവർ ഇകാബും ശിക്ഷയും ഹിസാബൊന്നും ഇല്ലാതെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അത് ആര് കൊടുത്ത ഉറപ്പാണ്? ബഹുമാനപ്പെട്ട സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാബ് ഫസല് തുടർന്ന് വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമ എന്ന് പറഞ്ഞിട്ട് ഈ ഫസൽ ബഹുമാനപ്പെട്ട ഇബ്നുൽ മശ്രിഖ് റളിയല്ലാഹു അൻഹു അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.